ഇവിടെ എം ജയചന്ദ്രൻ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി. ടി പി രാമകൃഷ്ണൻ എത്രയോ നാളായിട്ട് അവിടെ മത്സരിക്കുന്ന ഒരാളാണ്, CPM മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഒരു വർഗീയ പരാമർശം നടത്തുമെന്ന് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ആക്ഷേപമില്ല. അങ്ങനെ അദ്ദേഹം വർഗീയത പറഞ്ഞായിട്ടൊരു ചരിത്രവും ഇല്ല. ഇനി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കണം, നടപടി സ്വീകരിക്കണമെന്ന് ജയചന്ദ്രനോട് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അഴീക്കോട്ട് എത്ര നോട്ടീസാണ് ഇറങ്ങിയത്? അത് അഴീക്കോട്ടെ അതേ സ്ഥാനാർത്ഥി പിന്നീട് മതമാണ് പ്രശ്നമെന്ന് പറയുന്നു. അപ്പോൾ ലീഗിൻ്റെ പ്രചാരണ രീതിയിൽ ഇത് കടന്നു വരുന്നുണ്ട്. അത് ചുമ്മാ പറയുന്നതല്ല, ചുമ്മാ ഒരു ആരോപണം വരുന്നതല്ല എന്നാണ് ഒരു വാദം. ഷാഫി ചാലിയൻ. ഇല്ല, മിസ്റ്റർ ജയചന്ദ്രൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ജസ്റ്റ് ഞാനിതാ 2 മിനിറ്റായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. എന്നാലും ജയചന്ദ്രൻ അദ്ദേഹവുമായി ഒത്തിരി ചർച്ചയിൽ സംബന്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം ഏതായാലും ഈ പേരമ്പ്രയിലെ ഈ വെറുപ്പിൻ്റെ ഇത്തരം ആളുകളൊന്നും പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ KM ഷാജിക്ക് നേരെ അദ്ദേഹം മത്സരിക്കുന്ന കാലത്ത് ഇറങ്ങിയ നോട്ടീസുകൾ അത് എല്ലാ കോടതികളിലും പോയി പിന്നെ സുപ്രീം കോടതിയിൽ വരെ എത്തിയിട്ടും ആ നോട്ടീസുമായി ഷാജിക്ക് ഒരു ബന്ധമില്ലാമെന്ന് ഈ രാജ്യത്തിലെ എല്ലാ കോടതികളും സുപ്രീം കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതി ഒരാളെ വെറുതെ വിട്ടാലും നമ്മൾ വിടൂല എന്ന സമീപനമായിട്ട് ഇപ്പോഴും ചില ആളുകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മതമാണ് നിങ്ങളത് ഏത് കോണ്ടസ്റ്റിൽ നിന്നാണ് പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ LGBTQ ഒക്കെ വരികയും വിദ്യാഭ്യാസ മേഖലയിൽ ചില പരിഷ്കരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, SFI ഉയർത്തിയ ചില പോസ്റ്ററുകൾ, SFIക്കെതിരെ ചില കോളേജ് പ്രിൻസിപ്പൽമാർ നടത്തിയ വലിയ അധിക്ഷേപങ്ങൾ, ക്യാമ്പസുകളിലെ ലൈംഗിക അരാജകത്വം, അതിന് SFI കൊടുക്കുന്ന ലീഡർഷിപ്പ്, ഇതൊക്കെ തുറന്നു പറഞ്ഞ് കാസർഗോഡുള്ള ഒരു കോളേജ് പ്രിൻസിപ്പൾക്ക് മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ കുറേ പിന്നെ എന്താ പറയുക, കുറേ പിന്നെ കുറേ മുസ്ലിങ്ങൾ, അതേമാതിരി കുറച്ച് അങ്ങനത്തെ കുറേ ആളുകളൊക്കെ വന്നിട്ട് എല്ലാ കുഴപ്പത്തിനും കാരണം മതമാണ് എന്നൊരു പ്രചാരണം, ആ പ്രചാരണം SFIയും ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ കോൺടക്സ്റ്റിൽ നിന്ന് ആണ് പറയുന്നത് മതമല്ല എന്ന് പറയുന്നവരോട് മതം തന്നെയാണ് പ്രശ്നം. മതം എങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ലൊരു മനുഷ്യനാക്കിയത് മതമാണ്. മറ്റുള്ള പാവങ്ങളെ സഹായിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് മതമാണ്. എന്തെങ്കിലും മുന്നേ കണ്ടാൽ അത് കക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നത് പടച്ചവും കാണുന്നുണ്ട് എന്ന ബോധ്യത്താൽ മതമാണ്. മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമല്ല പറഞ്ഞത്. ഇസ്ലാം മതം മാത്രമാണ് എന്ന് ഷാജി പറഞ്ഞോ. മതം എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിന് കൊടുത്തുന്ന അതേ പ്രാധാന്യം ക്രൈസ്തവതക്കും ഹൈന്ദവ മതത്തിനും അതുപോലെ സിഖ് മതത്തിനും സകല മതങ്ങൾക്കും. മതം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ്. മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുന്നത്, തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുന്ന മതത്തിൻ്റെ ശിക്ഷകളാണ്. അപ്പം മതം മനുഷ്യനെ നന്നാക്കിയെടുക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞ ഒരു മനോഹരമായി എല്ലാവരും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു പരാമർശത്തിൽ ഈ മതം പ്രശ്നം എന്നത് മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക, അതവിടെ നടക്കുന്നു. അത് CPMൻ്റെ ഒരു ദാരിദ്ര്യമാണ്.